യാ ഗുപ്തം സഹസ്രാക്ഷസാവഹാൻ സാവഹാൻ രൂപമ. പിന്നെ ആ ഉത്തമനോടെ കാട്ടിൽ കടുവ പിടിക്കാൻ പോണ്ടാന്ന് അമ്മയൊന്ന് പറയണം. അവന് ഞാൻ ജോലി കിട്ട നീ എൻ്റെ അല്ല അത് ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞ അവ ഇങ്ങനെ സാഹസത്തിനൊക്കെ ഇറങ്ങി പോകുന്നു. ഞാൻ വിചാരിച്ചു വല്ല പശുവിനെ ആടിനെയൊക്കെ നോക്കി ഇവിടെ തന്നെ കഴിയുമെന്ന്. കാട്ടിൽ പശു ആടും കിടക്കുക. അയ്യോ കാട്ടിലല്ല അമ്മ പോണ്ടാന്ന് പറയണം അവനോട്. നീ വിമാനത്തിൽ പണിക്ക് പോകുന്നു വന്നപ്പോ ഇവിടെ ആരെങ്കിലും എതിർത്തായിരുന്നോ? പിന്നെ കുമാരിയപ്പച്ചി കട്ടയ്ക്ക് എതിർപ്പ് പറഞ്ഞതാ. എന്നിട്ട് നീ പോയത് ഈ പണിക്കല്ലേ? അമ്മ പതുക്കെ. ഇപ്പൊ അതല്ലല്ലോ വിഷയം, ഉത്തമന്റെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരുന്നേ. നീ എന്ത് പറഞ്ഞാലും ഞാൻ പറയത്തില്ല. അവന്റെ ജോലി നോക്കിയിട്ട്. അയ്യോ അമ്മ ആശ വരെ പിണങ്ങിപ്പോയി. അവന്റെ കുടുംബം വഴിയാതാരായി പോവും. അവള് 2 ദിവസം കഴിയുമ്പോ പോരും. അല്ല അമ്മ എന്നാലും അമ്മയൊന്നും പറയുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ഇനി ഇവിടെ നീ നിന്നാ അവന് പകരം നിന്നെ പറഞ്ഞേക്കാൻ കാട്ടിലോട്ട്. എന്നെ എന്തിന് കടുവായെ പിടിക്കേ? ഒന്നുമില്ലേ? അവൻ കഴിക്കാവുന്നില്ലടി. അവൻ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിച്ചിട്ട് പോകാൻ പറയണം. അച്ഛാമ്മ ഇറങ്ങട്ടെ. എടാ നീ വന്നേ, കഴിച്ചിട്ട് പോയാ മതി. അവരെങ്ങനെ എത്താറായി? എടാ അവര് വരുമ്പോ വരും, നീ വന്ന് കഴിക്ക്. വിശന്ന് പോകണ്ടേ? ഇറക്ക എന്താ ഇത്? വാ അങ്ങോട്ട്. എടാ ആശ പോകാൻ നേരത്തും പ്രത്യേകം പറഞ്ഞു നിന്നോട് ഈ കടുവ പിടുത്തത്തിന് പോകണ്ടെന്ന് പറയാൻ. അവളിങ് വരുമ്മ. ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ച് പറയട്ടെ നിനക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്ന്. അതൊന്നും വേണ്ട. എന്നാലും നിനക്ക് വീട്ടുകാർ പറയുന്ന കേൾക്കാൻ പറ്റത്തില്ലടാ. കടുവയെ വീണ്ടും ഇണക്കാം. വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കലാണ് പാട്. ഹലോ സാർ. ആ സാർ ഞാൻ റെഡിയാണ് സാർ. എത്തിയോ സാർ? ആ സാർ. ആ ഡീഫ് പോയിട്ട് വരുമ്പോ കടുവയുടെ നഖം കൊണ്ടുവരുമോ? എന്തിനു മക്കളെ കടുവയുടെ നഖം? എടാ വിളമ്പി വെച്ചല്ലേടാ, കഴിച്ചിട്ട് പോടാ. വേണ്ടമ്മ എടാ മക്കളെ കുറച്ച് കഴിച്ചിട്ട് പോടാ. ഓൾ ദി ബെസ്റ്റ്. അച്ഛാ സൂക്ഷിക്കണേ. അച്ഛാ എടാ ഓടാന്ന് ചെറുക്ക. എടാ അമ്മ വിളിച്ചായിരുന്നു, നമ്മൾ എപ്പോഴാ പോണേന്ന് ചോദിച്ചോണ്ട്. നന്നായി. ചേച്ചി എന്താ പോകാതിരുന്ന? നീ വരാത്തോണ്ടല്ലേ ഞാൻ പോവാനേ. ചേച്ചി ഞാൻ അച്ഛൻ കടുവയെ പിടിക്കാൻ പോയതിന്റെ ത്രില്ലാണ്. എടാ അച്ഛൻ കടുവയെ പിടിക്കാൻ പോന്നെ, നീ എന്തിനാ അത്രയ്ക്ക് ത്രില്ലടിക്കുന്നേ? ചേച്ചി അച്ഛൻ കടുവയെ പിടിച്ച അത് ന്യൂസ് പേപ്പറിൽ വന്നാൽ അതിന്റെ അപമാനം ആർക്കാ? നമ്മക്കാ. അപമാനോ? അപമാനല്ല, ഐ മീൻ അഭിമാനം. ഞാൻ എന്റെ കൂട്ടുകാരത്തും പറയും എന്റെ അച്ഛനാണ് കടുവയെ പിടിച്ചതെന്ന്. എടാ അച്ഛൻ കടുവയെ പിടിക്കാനൊന്നും അല്ലടാ പോയത്, ട്രീറ്റ്മെന്റ് കൊടുക്കാനാ. അതെനിക്കറിയാം. ഇന്ന് അറിയാമെങ്കിൽ പറയും, പിന്നെ എന്തിനാ ഇങ്ങനെ പറയണേ? പക്ഷെ ഞാൻ പറയും എന്റെ അച്ഛനാണ് കടുവയെ പിടിച്ചതെന്ന്. എടാ ശംഭു, നീ ചിറ്റപ്പനെ പോലെ ആവല്ലേടാ. ഈ മറ്റുള്ളവരെ ചെയ്ത സംഭവത്തിന് ക്രെഡിറ്റ് ഏൽക്കുന്ന നല്ല ബോറ് പരിപാടി കേട്ടോ. ഒരു ബോറും ഇല്ല ചേച്ചി. കടുവയെ പിടിക്കുന്ന പോലെ ഇമ്പോർട്ടന്റ് ആണ് കടുവയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ചേച്ചി നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നില്ല, ഇതൊന്നും അറിഞ്ഞൂടി? എടാ നീ നഴ്സിന്റെ കാര്യമൊന്നും എന്നെ പഠിപ്പിക്കാൻ നിക്കണ്ട. എടാ അതല്ലടാ പ്രശ്നം. ഈ കടുവ എങ്ങാനും ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചേച്ചി അന്നേരം അച്ഛൻ ചാടിതാ ഇങ്ങനെ എന്നിട്ട് കടുവയെ നോക്കും. കടുവയും തിരിഞ്ഞ് അച്ഛനെ നോക്കും. അച്ഛൻ ചൂണ്ടുകല്ല ചോര് ചൂണ്ട അങ്ങോട്ട് ചൂണ്ടും. കടുവ വരച്ച വരയിൽ നിൽക്കും. ആ ചൂണ്ടൽ ഇങ്ങനെ വളച്ച ഇങ്ങനെ ഇരിക്കും. ചേച്ചി 6 ആനകളുടെ ശക്തിയും 6 ആൾക്കാരുടെ ബുദ്ധിയും ചേർന്ന അറുമുഖനാണ് നമ്മൾ അച്ഛനാ. ഡയലോഗ് അടിക്കാൻ നീ വരണ്ട. ഡയലോഗ് അടിക്കാൻ ചായ. അതെ, ഞാൻ TV വെച്ച് നോക്കിയിട്ട് ഇതുവരെ ആരും കടുവയെ പിടിച്ചെന്നൊന്നും ഒരു ന്യൂസ് ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? ഈ പത്രത്തിൽ ഒരു ന്യൂസ് ഒന്നും ഇല്ലടി. അവനെങ്ങനെ വിളിച്ചിരുന്നോ? ഞാൻ അവനെ വിളിക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. കാട്ടിനകത്തല്ലേ, റേഞ്ച് കാണൂലായിരിക്കും. ആശ പറ്റാവും വിളിച്ചിട്ടുണ്ടോ? ആശ വിളിച്ചായിരുന്നെന്നാ പറഞ്ഞ, പക്ഷെ അവക്കും കിട്ടിയില്ലെന്ന്. ഇത്ര പെട്ടെന്ന് കടുവയെ പിടിച്ചോ? പിടിച്ചായിരിക്കും. നിങ്ങൾ വന്നേ.